നമസ്കാരം. സുനഭായോഗം എന്നൊരു യോഗമുണ്ടോ നിങ്ങൾക്ക്? കേമ യോഗഭംഗം, കേമുദ്രുമ യോഗം ഉണ്ടോ എന്ന് നോക്കൂ എന്ന്. സുനഭായോഗത്തിൽ ജനിക്കുന്ന ഒരാൾക്ക് ഒന്നുകിൽ സ്വപ്രയത്നത്താലേ ധനം ഉണ്ടാവുകയുള്ളൂ. അത് വേണ്ടുവോളം അനുഭവിക്കാൻ ഇടവരുകയും ചെയ്യും. ചിലവർ കുടുംബസ്വത്തൊന്നും ഇല്ലാതെ തന്നെ സ്വപ്രയത്നം കൊണ്ട് ധാരാളം പണം ഉണ്ടാക്കി അത് വെച്ച് അടിച്ചു പൊളിച്ച് ജീവിച്ചു കഴിയുന്നവരുണ്ട്. അപ്പൊ സ്വപ്രയത്നത്താൽ പണം ഉണ്ടാക്കിയിട്ട്, സ്വന്തം കഴിവുകൊണ്ട് മാത്രം ഒരാളുടെയും സഹായം ഇല്ലാതെ പണം ഉണ്ടാക്കിയിട്ട് അത് വേണ്ടുവോളം ജീവിതത്തിൽ അങ്ങേയറ്റം ഉടനീളം പുള്ളി അതിൻ്റെ ആ ഒരു അനുഭവം, കർമ്മഫലം അനുഭവിക്കുക എന്നുള്ളത് സുനഭായോഗത്തിന്റെ പ്രത്യേകതയാണ്. മാത്രമല്ല കീർത്തിമാനാവും, ബുദ്ധിമാനാവും, ഭയങ്കര ഇന്റലിജന്റ് ആയിരിക്കും. അപ്പോൾ ജാതകത്തിലെ ചന്ദ്രൻ നിൽക്കുന്നതിന്റെ 2ാം ഭാവത്തില് ആദിത്യന് രാഹു, കേതു ഇവയൊഴിച്ച് മറ്റേതൊരു ഗ്രഹം ബലവാനായിട്ട് നിന്നാലും സുനഭയോഗം ഉണ്ടാകും. നമുക്കുണ്ടെങ്കിൽ പോലും, സുനഭായോഗം ഉണ്ടെങ്കിൽ പോലും അത് അനുഭവിക്കാൻ പറ്റാത്ത രീതിയിൽ ഇപ്പുറത്ത് വേറെ ഏതെങ്കിലും യോഗങ്ങൾ ഉണ്ടാകാം. അപ്പൊ സുനഭായോഗം എന്ന് പറയുന്നത് ജനിച്ചാൽ അയാളുടെ സ്വപ്രയത്നത്താലുള്ള ധനം ഉണ്ടാക്കുക, സ്വപ്രയത്നം കൊണ്ട് ധനം ഉണ്ടാക്കുന്നു. ഇപ്പൊ ചിലപ്പോൾ പഠനം കഴിഞ്ഞ് ഉന്നത നിലയിൽ എത്തിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ശമ്പളം കൊണ്ട്, കുടുംബസ്വത്തിലൂടെയല്ല, അതിലുകൊണ്ട് പണം ഉണ്ടാക്കുന്നു, അയാൾ ആഗ്രഹിച്ചതൊക്കെ നേടുന്നു. എവിടെ പോയാലും അയാൾ ബുദ്ധിമാനും കീർത്തിമാനും ആവുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ നമുക്ക് സുനഭയോഗമുള്ളവനെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അപ്പോൾ ആ രീതിയിൽ ഈ 2ാം ഭാവത്തിൽ ആദിത്യനും രാഹുവും കേതുവും ഇല്ലാണ്ടിരിക്കുക, പാപഗ്രഹങ്ങൾ ഇല്ലാണ്ടിരിക്കുക. അങ്ങനെ വന്നു കഴിയുമ്പോൾ മറ്റൊരു ഗ്രഹം ബലവാനായിട്ട് നിന്നാൽ ഈ സുനഭായോഗം ഉണ്ടാകാം. അപ്പൊ അങ്ങനെ ഒരു യോഗം ഉള്ളവൻ എപ്പോഴും ആരായിരിക്കാം? ഭയങ്കരമായിട്ടുള്ള നീതിമാനും ബുദ്ധിമാനും കീർത്തിമാനും ഒക്കെ ആയിരിക്കും.